എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദിയ കൃഷ്ണയുടെ ഡെലിവറി അതിൻ്റെ പോസിറ്റീവ് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ദിയ കൃഷ്ണയുടെ അമ്മ പറഞ്ഞ ഒരു വാക്ക്, ആൺകുഞ്ഞുങ്ങളെ നോക്കി ശീലമില്ല, അപ്പം ഈ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നുള്ളത് ഞാൻ ഇവിടെ പോസ്റ്റ് കണ്ടു. ഇത് 2011, അതായത് 14 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അമ്മ കിരണേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് 2011 ഞാൻ കണ്ണന് ജന്മം നൽകുന്നത്. അതായത് അവൻ ജനിക്കുന്നത് 2011. ആ സമയത്ത് കിരണേട്ടൻ അമ്മയോട് ചോദിച്ചു, അമ്മ അവളെയും കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നമുക്കൊരാളെ വെക്കണ്ടേ എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, കിരണേ, എനിക്ക് എൻ്റെ കുട്ടിയെയും നമ്മുടെ കുഞ്ഞുണ്ണിയെയും ഞാൻ തന്നെ നോക്കണം, അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം അമ്മയ്ക്ക് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അമ്മമ്മയ്ക്ക് മുത്തശ്ശനും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൺകുട്ടിയെ സ്നേഹിച്ച് ഒരാൺകുട്ടിയെ പരിപാലിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാനൊന്ന് സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തട്ടെ കിരണേ എന്നാണ് അമ്മ കിരണേട്ടനോട് പറഞ്ഞത് കേട്ടോ. അത് കേട്ടപ്പോൾ കിരണേട്ടന് സന്തോഷമായി, എനിക്കും സന്തോഷമായി, കണ്ണനും ഭാഗ്യമായി. എന്നുവെച്ചാൽ ആദ്യമായിട്ട് അവനെ കുളിപ്പിക്കുന്നത്, അവനെ ചന്ദനം തൊടുന്നത്, അവന് കുറുക്ക് കൊടുക്കുന്നത് എല്ലാം അമ്മയാണ് കേട്ടോ. അവൻ്റെ അപ്പിത്തുണി കഴുകുന്നത്, ഉറങ്ങാതെ രാത്രികളിൽ എന്നെ വിളിച്ച് പാല് കൊടുക്കണ ഈ സമയമായി എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. അമ്മയോടൊപ്പം അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് അമ്മമ്മയും എൻ്റെ അനിയത്തിയും അച്ഛനും എല്ലാവരും ഉണ്ട് ഒപ്പം. പക്ഷേ അമ്മയുടെ അന്നത്തെ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, കുഞ്ഞിനെ നോക്കാം, അവളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയും ഒരുപോലെ ഒരു കുറവും വരാതെ അമ്മ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത്. ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ധൈര്യവും സക്സസ് എന്ന് പറയുന്നതും അവളുടെ ഫാമിലി തന്നെയാണ്. അവൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആ പെൺകുട്ടിക്ക് വേണ്ട സമയങ്ങളിൽ എത്രമാത്രം ഫിസിക്കലി, മോറലി, മെൻ്റലി അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അത് മരുന്നുകളെക്കാളും കൗൺസിലിങ്ങിനേക്കാളും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. ഐ ലവ് യു സോ മച്ച് അമ്മ. ഞാനും അങ്ങനത്തെ ഒരു അമ്മയാവണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് എനിക്ക് ആ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.